ഇന്ത്യ മുഴുവൻ വലിയൊരു ആഘോഷത്തിന്റെ വേളയിലാണ്. നീചമായ രീതിയിൽ അപമാനിച്ചുകൊണ്ട് 4 വോട്ടിന് വേണ്ടി ചിത്രീകരിക്കുകയും ഇന്ത്യയിലെ വോട്ടർ പട്ടിക ക്രമക്കേടുകൾ വാർത്താ മാധ്യമങ്ങളിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ മുന്നിലെ ഇന്ത്യയുടെ ജനാധിപത്യത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത ശ്രീ രാഹുലിനെയും RJDയെയും തോൽപ്പിച്ചുകൊണ്ട് വൻ പരാജയത്തിലേക്ക് അവരെ തള്ളിവിട്ടുകൊണ്ട് ബീഹാർ ജനത വീണ്ടും BJPയുടെ NDA സഖ്യത്തിനെ വീണ്ടും അധികാരത്തിലെത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി വീണ്ടും കൊടുത്തുകൊണ്ട് ജനാധിപത്യ സഖ്യം അധികാരത്തിലെത്തിയിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് നടന്ന ആഹ്ലാദ പ്രകടനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ പ്രശാന്ത് ശിവനെ ക്ഷണിച്ചുകൊള്ളുക. ആരാധ്യായ പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷന്മാരായിട്ടുള്ള ശ്രീമതി T. ബേബി, ശ്രീ C. മധു, ശ്രീ G. പ്രഭാകരൻ, പാലക്കാട് നഗരസഭയുടെ ചെയർപേഴ്സൺ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗവുമായിട്ടുള്ള ശ്രീമതി പ്രമീള ശശിധരൻ, BJPയുടെ ജില്ലാ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീമതി സുമതി, പാർട്ടിയുടെ ജില്ലാ മീഡിയ സെൽ കൺവീനർ ശ്രീമാൻ T. ബാബു, PM സുനിൽ, മറ്റു പാർട്ടിയുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ, പാർട്ടിയുടെ ജില്ലാ സിന്ധുരാജൻ, യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ അഞ്ജിത്ത്, മറ്റ് മേഖലാ സെക്രട്ടറി ഹരി പട്ടിക്കര, ധാരാളം പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഇന്ത്യ മുഴുവൻ വലിയൊരു ആഘോഷത്തിൻ്റെ വേളയിലാണുള്ളത്. ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ അമ്മയെപ്പോലും വളരെ നീചമായ രീതിയിൽ അപമാനിച്ചുകൊണ്ട് 4 വോട്ടിന് വേണ്ടി പ്രധാനമന്ത്രിയുടെ അമ്മയെപ്പോലും അവഹേളിച്ചൊരു തെരഞ്ഞെടുപ്പായിരുന്നു നടന്നത്. ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ വൈദേശിക ശക്തികൾക്ക് എറിഞ്ഞുകൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വൈദേശിക രാജ്യങ്ങൾക്ക് വേണ്ടി അടിമപ്പണി ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കാൻ ശ്രമിച്ചു. ഇവിടുത്തെ ജൻസി വിഭാഗത്തോട് വലിയൊരു കലാപത്തിന് ആഹ്വാനം ചെയ്തു രാഹുൽ ഗാന്ധി. അവരുടെ അവസാനത്തെ അടവും പയറ്റി അതിനെ മുഴുവൻ ബീഹാറിലെ ജനങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിക്ക് പൊൻതളികയിൽ ബീഹാറിനെ വെച്ച് നൽകിയിരിക്കുകയാണ്. ഇന്നേ വരെ ലഭിക്കാത്ത ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലേക്ക് എതിരാളികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഒരു പ്രതിപക്ഷ പാർട്ടി ഇല്ലാത്ത തരത്തിലെ ബീഹാറിലെ 200 എന്ന മാജിക് നമ്പറും കടന്നുകൊണ്ട് NDA വലിയ കുതിപ്പ് നടത്തിയിരിക്കുകയാണ്. ഈ വരാനിരിക്കുന്ന കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് കേരളത്തിലും വലിയ മാറ്റം ഉണ്ടാകുവാനായിട്ടുണ്ട്. കേരളത്തിലും വലിയ മാറ്റം സൃഷ്ടിക്കാൻ പോവുകയാണ്. ഈ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് കേരളത്തിൽ വലിയ ഒരു സഖ്യമായിട്ട് ദേശീയ ജനാധിപത്യ സഖ്യവും മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ബീഹാറിലെ ജനങ്ങൾ എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയെ ചവിട്ടി പുറത്താക്കിയത്? ഈ കഴിഞ്ഞ 16 മുഖ്യമന്ത്രിമാർ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നായിരുന്നു. 22-ൽ 16 മുഖ്യമന്ത്രിമാരെ കോൺഗ്രസിന് ലഭിച്ചിട്ടും ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ ബീഹാറിലെ 16 MLA-മാരെ പോലും തികച്ചു കിട്ടാത്ത അവസ്ഥ. ഒറ്റ നമ്പറിലേക്ക് 10-ൽ താഴേക്ക് 4-5 ആയിട്ടുണ്ട്. ഇപ്പോൾ എക്സാക്ട് ഫിഗർ മനസ്സിലായിട്ടില്ല.
4 എനിക്ക് തോന്നുന്നത്. 4 ബീഹാറിലെ കോൺഗ്രസ് പാർട്ടി തകർന്ന് തരിപ്പണമായി പൊട്ടിഞ്ഞിരിക്കുകയാണ്. അങ്ങ് AICC ആസ്ഥാനത്ത് ഇവരുടെ രാഷ്ട്രീയ ചാണക്യൻ KC വേണുഗോപാൽ ട്രാവൽ ഏജൻസികളിലേക്ക് പോയിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? ഇവിടുന്ന് പട്ടായയിലേക്കുള്ള ഫ്ലൈറ്റിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ ചാണക്യൻ KC വേണുഗോപാൽ പോയിരിക്കുകയാണ്. ആഹ്ലാദത്തോടുകൂടി ഈ ബീഹാറിലെ വിജയം ആഘോഷിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ആഹ്ലാദ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നടത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. പങ്കെടുത്ത സംസ്ഥാന ജില്ലാധ്യക്ഷൻ ശ്രീ പ്രശംസകൻ, സ്വാഗത പ്രസിഡന്റ് ശ്രീ മധുട്ടൻ, പ്രഭാകരേട്ടൻ, ആരാധ്യായ ചെയർപേഴ്സൺ കുഞ്ഞിളച്ചേച്ചി, മറ്റിവിടെ എത്തിയ എല്ലാ BJPയുടെ ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷൻ്റെ അനുവാദത്തോട്